ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയെ ഭർത്താവ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 10 വർഷം പീഡനം സഹിച്ചെന്ന അതുല്യ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അതുല്യയുടെ കുടുംബം പറഞ്ഞു. കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ ജീവിതത്തിൽ അന്തസ്ഥാനത്തിൽ ആഘോഷിച്ചതാണ്. നീ പോവോ? നീ കുഴപ്പിക്കോ? കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. നിന്നെ നീ ജീവിക്കത്തില്ല. എന്റെ മോക്കൂടി ആർക്കും നീ ഞാനില്ല. എന്ത് ചെയ്യോ? നീ ആർക്കും വേണ്ടി ജീവിക്കത്തില്ല. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, അതുല്യയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സമർപ്പിച്ച തെളിവുകളിലും സമാനമായ ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. അതായത് ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളുണ്ട്, അപ്പം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ 10 വർഷമായി താൻ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുകയാണെന്ന് കൂടി അതുല്യ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന തെളിവായി ഇത് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കുടുംബം സമർപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരം തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതായുണ്ട്. അതെന്തായാലും ക്രൈംബ്രാഞ്ച് ഇനി ആ പരിശോധനയിലേക്ക് കടക്കും. അപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ഈ പറയുന്ന ഭർത്താവ് സതീഷ് ഇപ്പോൾ എന്തായാലും മുൻകൂർ ജാമ്യം ലഭിച്ച് നിൽക്കുകയാണ്. അത് ദുബായിൽ നടത്തിയ അന്വേഷണത്തിന്റെ ആനുകൂല്യത്തിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. പ്രധാനമായും ദുബായ് കോൺസുലേറ്റ് നൽകിയ റിപ്പോർട്ട് അതിൽ ആത്മഹത്യയാണ് അതുല്യയുടെ മരണത്തിന് കാരണം. അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ഈ സതീഷിനെ അറസ്റ്റ് ചെയ്തതിനെ എന്നുകൂടി പറയുന്നുണ്ട്. ദുബായ് പോലീസിന്റെ അന്വേഷണവും അങ്ങനെയാണ് അവസാനിച്ചത്. എന്തായാലും ഇപ്പോൾ ഇവിടെ തുടരന്വേഷണം നടക്കുകയാണ്. അത് അതുല്യയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവർക്ക് തെളിവായി സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ ദൃശ്യങ്ങൾ വരികയാണ്. ഭർത്താവിനെതിരായ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.